വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ഇരട്ട വോട്ട് തടയാൻ സംവിധാനം കൊണ്ടുവരും. എന്യൂമറേഷൻ ഫോം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ പരിശോധിക്കുന്നത് പരിഗണനയിലാണ്. അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കപ്പെടുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ മീഡിയ വണ്ണോട് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ഫോം അപ്ലോഡ് ചെയ്തു എന്ന് വെക്കാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് ആണ്. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് വെച്ചുകൊണ്ട് നമുക്ക് കുറേ ഈ ഫസി ലോജിക് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് ഡെമോഗ്രാഫിക് സിമിലർ എൻട്രീസ് എന്ന് നമ്മൾ പറയും. പേര് ഒരു സിമിലർ ആയിട്ടുള്ള പേര്, ഇല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു ജെൻഡർ, സിമിലർ ആയിട്ടുള്ള ഏജ്, സിമിലർ ആയിട്ട് അച്ഛനുടെ അമ്മയുടെ പേരുകൾ, അതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ഫസി ലോജിക് വെച്ചിട്ട് ഡെമോഗ്രാഫിക് സിമിലർ എൻട്രീസിൻ്റെ ഭാഗമായിട്ട് ഒരു സിമിലർ ആയിട്ടുള്ള എൻട്രീസ് ഇങ്ങനെ 2 or 3 ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതെല്ലാം ഉണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ അത് ഉചിതമായിട്ടുള്ള തീരുമാനം ആ ഭാഗത്തിന് ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ SIRയുടെ ഭാഗമായിട്ട് തന്നെ അങ്ങനെയുള്ള മൊഡ്യൂൾസ് ഒക്കെ അവർ റിലീസ് ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇത് നമ്മൾ ഇന്നലെ പങ്കുവച്ച വാർത്ത, ഇതിൽ ഇരട്ട വോട്ടുകൾ കണ്ടെത്താനുള്ള സംവിധാനമില്ല. അപ്പോൾ ഇത് ക്ലീനിങ് പ്രോസസ് ആണെങ്കിൽ എന്തുകൊണ്ട് മർമ്മപ്രധാനമായ സംഗതിയില്ല എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടായിരുന്നു. അതൊരർത്ഥത്തിൽ സമ്മതിക്കുകയാണോ കമ്മീഷൻ? വാർത്ത ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ സ്ഥിരീകരിക്കുകയാണ്. അവർ പറയുന്നത് ഈ കരട് വോട്ടർ പട്ടിക വന്ന ശേഷം ഇത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുകളെ കണ്ടെത്തും, ഇരട്ട വോട്ടുകളെ ഉള്ള ആളുകളെ കണ്ടെത്തും എന്നുള്ളതാണ്. പക്ഷേ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണമാണ്, ഇരട്ട വോട്ടൽ തടയുകയാണ് ലക്ഷ്യമെങ്കിൽ ഇത്രമേൽ സാങ്കേതിക വിദ്യ വികസിച്ച ഒരു കാലത്ത് അങ്ങനെ കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷം കോടിക്കണക്കിന് മനുഷ്യരുടെ ഡാറ്റകൾ കണ്ടെത്തുക എന്നതിന് പകരം ഈ ഓരോ വോട്ടറുടെയും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിലെ എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരു തവണ വോട്ടർ പട്ടികയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അത് ലോക്ക് ചെയ്യുകയും പിന്നീട് ഒരു ഭാഗത്ത് നിന്ന് എൻ്റർ ചെയ്യാൻ കഴിയാത്ത വിധമുള്ള സംവിധാനം ഒരുക്കാം. അത് വളരെ ലളിതമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പൂർണ്ണമായി സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഈ മീഡിയ വൺ വാർത്ത അദ്ദേഹം ശരിവെക്കുന്നു. അത്തരം ചർച്ചകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നുണ്ട്. അത് ഗൗരവമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. SIRന്റെ ഭാഗമായി രാജ്യവ്യാപകമായി ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ ഒരു സംവിധാനം വന്നാൽ മാത്രമേ ഇരട്ട വോട്ട് എന്നത് തടയാൻ കഴിയൂ. നിലവിലെ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക്, നിഷാദിന് ഈ കോട്ടയത്തും കോഴിക്കോടും വോട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ വോട്ടുണ്ടെങ്കിൽ 2 ഭാഗത്തേക്കും എന്യൂമറേഷൻ ഫോം വരികയും 2 ഭാഗത്ത് അത് പൂരിപ്പിച്ച് നൽകിയാൽ 2 ഭാഗത്തെ വോട്ടർ പട്ടികയിൽ ഇടം നേടും. അത് നിയമവിരുദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതുള്ളത് ഈ ഒരു നിയമപ്രശ്നം തന്നെയാണ്. എങ്കിൽ കൂടി അത് എൻട്രി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. പക്ഷേ ഈ നമ്മൾ സൂചിപ്പിച്ച പോലെ അത് വോട്ടർ കാർഡിലെ എപ്പിക് നമ്പർ, ID കാർഡിലെ എപ്പിക് നമ്പർ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ അത് എൻ്റർ ചെയ്താൽ പിന്നീട് അത് ഓൾറെഡി എൻ്റർ ചെയ്തതാണെന്ന് കാണിക്കുകയും പിന്നീട് വോട്ടർ പട്ടികയിലേക്ക് കയറി പറ്റാൻ കഴിയാത്ത വിധം കുറച്ചുകൂടി സുതാര്യമാകും എന്നുള്ളതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നതിലേക്ക് പോകണമെങ്കിൽ അത്തരമൊരു സംവിധാനം വേണം. അത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്നലെ നമ്മുടെ രാത്രിയിലെ പ്രത്യേക ഷോയിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്.